ഹലോ ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എന്നുള്ളത്. ബറാത്തും നോമ്പും ബറാത്ത് നോമ്പൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വിചാരിക്കണം. അപ്പം ഞാനും മക്കളും ഹാപ്പി ആയിട്ട് അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. പിന്നെ ഇന്നലെ നോമ്പിൻ്റെ ബറാത്ത് നോമ്പിൻ്റെ ചായയും കടയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് പൊറാട്ടയും നെയ്ച്ചോറും വെച്ചിക്കണ്. അപ്പോൾ അത് വെച്ച് സദാ ചോറും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നെയ്ച്ചോറും പൊറാട്ടയും രണ്ടും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാടമുട്ടയായിട്ട് ടൈം ഉണ്ടാണ്ടില്ലേ, കാടമുട്ടയായിട്ട് ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ. വെള്ളിയും തക്കാളിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഇന്ന് കാടമുട്ട പൊഴിങ്ങിട്ട് കാണുന്നുണ്ട് ഫ്രൈ ആക്കി എടുത്ത്. കറി കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് രാവിലെ അച്ചുട്ടി എണീറ്റിട്ടില്ല. അപ്പോൾ രാവിലത്തെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നനച്ചുടിപ്പണിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ തീർക്കണം. 2 റൂം ഇന്ന് തീർക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് സൈഡ്. അപ്പം അങ്ങനെയൊക്കെ ഓരോന്ന് കുട്ടികളും കൂടി മുന്നും അച്ചും ഉണ്ടാവും. കുട്ടികളും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി രസമാവും. അപ്പോൾ രാവിലെ തന്നെ ചോറ്റും പണിക്ക് ഒരുങ്ങാണ്. ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ നനച്ചുടിപ്പണി തുടങ്ങാം. അപ്പം എന്താ പറയുക, മാറാലൊക്കെ മാറാലൊക്കെ പോകാനുള്ള ടിപ്പൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് നോക്കോണ്ടി. അങ്ങനെ മാറാലൊക്കെ വീടൊക്കെ മൊത്തം ആ വെള്ളം കൊണ്ട് ജസ്റ്റ് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മറാല വരൂല വീട്ടിൽ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ വരൂല. അപ്പോൾ കുറേ കാലത്തിന് പിന്നെ മറാല ശല്യം ഉണ്ടാവില്ല, മറാല കെട്ടൂല കേട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെ ലിക്വിഡൊക്കെ ഉണ്ടാക്കി ചെയ്യണം. അതുപോലെ തന്നെ ജനലും വാതിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ആദിമോനും പൊന്നൊക്കെ എണീറ്റിരിക്കുന്നു കേട്ടോ. അവരൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചുട്ടി എണീറ്റിട്ടില്ല, അല്ലു എണീറ്റു. അല്ലുവിനും ആദിക്കും മനുവിനും എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എക്സാമിനൊക്കെ പോയി. രാവിലെ 6:30ക്കാണ് കേട്ടോ എക്സാം തുടങ്ങിയത്. 6:30ക്ക് പോയി. ഇപ്പോൾ 8 മണി ആവാൻ നേരത്താണ് ഒരു കയറി വന്നത് കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മദ്രസൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ പൊന്നൂന് പിന്നെ പൊതുപരീക്ഷ ആയിരുന്നു, അതുകൊണ്ട് എക്സാമൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കണം. പിന്നെ അച്ചുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. അച്ചുട്ടി നല്ല ഉറക്കമാണ്. അച്ചുട്ടിന് രാവിലെ ഞാൻ അച്ചുട്ടിനെ രാവിലെ വരെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരു 5 മണിക്ക് തന്നെ എണീറ്റിക്കണം കേട്ടോ. 5 മണിക്കൊക്കെ നീച്ച് ഓരോ വായിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ചൂട്ടിനെ വിളിച്ച് മൂത്രമൊഴിപ്പിച്ച് കെടുത്തിയതാണ്. ഇന്നലെ നോമ്പ് ബത്തക്ക വെള്ളവും മുഖം കുടിച്ചിട്ട് നല്ല വയറ് നിറച്ച് കിടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എണീപ്പിച്ച് മൂത്രമൊക്കെ ഒഴിപ്പിച്ചാണ് അവളെ കെടുത്തിക്കുന്നത്. ഇനി ഇപ്പോഴും നീച്ചില്ല, കുറച്ചും കൂടി കഴിയും. 8:30 മണിയായിട്ട് അവൾ നീച്ചാനായിട്ട്. അവളെ ചങ്ങാഴ്ചയൊക്കെ വന്ന് വിളിച്ചാനൊക്കെ വന്നിരുന്നു. നീച്ചിക്കണ അച്ചൂട്ടി പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടതാണ് കേട്ടോ. പിന്നെന്താ പറയുക, അച്ചുട്ടിൻ്റെ മുടിയൊക്കെ ഇന്നലെ വെട്ടി. നിങ്ങൾ കണ്ടില്ല, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ല, മുടിയൊക്കെ വെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അച്ചുട്ടിൻ്റെ മുടി. പിന്നെ മുടി വെട്ടണ ഇഷ്ടമല്ലേ, അത് മുടി നന്നായിട്ട് വളർത്തിക്കാണ്ട് മുടഞ്ഞിടണം എന്നൊക്കെ പറഞ്ഞ് നടക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഇതാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ, അപ്പം ചായക്കടിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നോക്കാം. ഇന്നലെ നോമ്പായതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ എന്താ പറയുക, ഇതൊക്കെ അങ്ങോട്ട് നോമ്പിന് ചായക്കടി കൊണ്ട് രാവിലെ കൂടെ ഒപ്പിച്ചിക്കണ്. ഈ ബാക്കി തികയാത്തവർക്കൊക്കെ അവലുണ്ട് ചായ. എനിക്ക് അവലും ചായയും മതിയായിരുന്നു വിചാരിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഓരോരുത്തരൊക്കെ ചായ കുടിച്ച് പോയിട്ടുണ്ട്. അല്ലും പൊന്നും ആദ്യം ചായ കുടിച്ചിട്ടാ. അപ്പോൾ ഇതാ നമ്മൾ കാടമുട്ട ഇങ്ങനെ പുഴുങ്ങി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ വലിയ കോഴിമുട്ടയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പീസാക്കി ഇട്ട് കൊടുക്കൂട്ടോ ഈ കറിയിൽ. ഇപ്പോൾ ഞാനിവിടെ കുഞ്ഞു കാടമുട്ടയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്നങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നെയ്ച്ചോറ്. രാത്രി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ലായിരുന്നു, നെയ്ച്ചോറും വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ട്, നെയ്ച്ചോറും ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഇന്ന് റെഡിയാക്കി എല്ലാവരും കഴിച്ചാണ്. പിന്നെ ഇതാ ചായയും ഇവിടെ കൂട്ടി വെച്ചിരിക്കണ്. അച്ചൂട്ടി പിന്നെ നെയ്ച്ചാവിനൊക്കെ ചായയോ എന്ന് പറഞ്ഞ് നടക്കൂട്ടാ. പിന്നെ നമ്മുടെ കടിക്ക് വണ്ടിയൊക്കെ ഓട്ടാനായിട്ട് പോയിക്കണം കേട്ടോ. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ആദിമോന് USSൻ്റെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ. വേറെ സ്റ്റാപ്പനങ്ങാടി സ്കൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട്. മടിയുണ്ട് കേട്ടോ പോകാൻ, കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ്. അപ്പം എന്നാലും പോവാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കണ്ടില്ല എൻ്റെ കുപ്പിവളം ഒന്ന് പൊട്ടിയിട്ടോ. ഒന്ന് ചെറുതായിട്ട് പൊട്ടുണ്ടായിരുന്നു ഇട്ടപ്പോൾ തന്നെ. അപ്പോൾ അത് പൊട്ടി, ബാക്കിയുള്ളതൊന്നും പൊട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്ന പിറ്റേ ദിവസം തന്നെ പൊട്ടുന്നു, കാരണം അതിന് മാത്രം പരിക്കാണ് നമുക്കുള്ളത്. അപ്പോൾ പൊട്ടുന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അതിന്
പൊട്ടിയിട്ടൊന്നുമില്ല. പിന്നെ രസമാണല്ലേ, ഈ കയ്യുമ്മലും വേണമായിരുന്നു. പക്ഷേ ഈ കയ്യുമ്മ 50 ഉറുപ്പ്യാണ് 8 എണ്ണത്തിന്. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് വാങ്ങൂല, എന്നാലും പൂതിയോണ്ട് 8 എണ്ണം വാങ്ങി 50 ഉറുപ്പ്യക്ക് കേട്ടോ. അപ്പോൾ ഈ കയ്യുമ്മലും കൂടി ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നില്ല. ഇനി ഇൻഷാ അല്ലാ ഇനി ഇതുപോലെ പൂരം ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ 2 കയ്യുമ്മലും ഇടണം. 2 കയ്യുമ്മലോട് ആകുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം എന്നുള്ളത്. അപ്പം ഇനി വേഗം മുറ്റടിക്കൽ കഴിക്കാം. മുറ്റടിക്കൽ ഒന്നും ഇറങ്ങിയിട്ടില്ല, മുറ്റടിക്കാനുണ്ട്. പിന്നെ ചോറും കൂട്ടാനും റെഡിയാക്കിയിട്ട് വേണം നനച്ചുള്ള പരിപാടി തുടങ്ങാൻ കേട്ടോ. അപ്പം നമുക്ക് ഒക്കെ വിശദമായിട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ എന്താ ചില ദിവസങ്ങളിൽ അടുപ്പ് ഇങ്ങോട്ട് തീ പിടിച്ചാൽ ഭയങ്കര പണിയാണ് കേട്ടോ. എത്ര പിടിപ്പിച്ചാലും ഇങ്ങനെ കെട്ടുകൊണ്ട് നടക്കും. അപ്പോൾ ഏതായാലും നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചേരിയും ചിരട്ടിയും ഒക്കെ ഇട്ടെടുത്ത് കാണുന്നുണ്ട് വേവിക്കൂട്ടാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കണത് നമ്മുടെ ഉപ്പേരി വായൻ്റെ കൂമ്പുണ്ടല്ലോ, വായൻ്റെ കൂമ്പിൻ്റെ തോരനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതാ അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കണേ. ഈ തേങ്ങ അരച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഇതിക്കാൻ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ് വായക്കൂമ്പ് തോരന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നല്ല വിറ്റാമിനൊക്കെ ഉള്ള നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് കമ്മിയാവും. പക്ഷെ ഭയങ്കര ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പണ്ടത്. പിന്നെ ഇതാ കർമ്മത്തിൻ്റെ കറിയാണ് വെക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കർമ്മത്തി കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മരത്തുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കർമ്മത്തി മരം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ മുന്നിൽ. അപ്പോൾ എൻ്റെ അച്ചുട്ടി പോയിക്കാണ്ട് ഓളെ വലിപ്പമുള്ള മരമാണ്. അപ്പോൾ ഓള് കർമ്മത്തി പൊട്ടിച്ച് കൊണ്ടുവന്ന് രാവിലെ തന്നെ ഇത് കറിയൊക്കെ തന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വലിപ്പമൊന്നും വെച്ചിട്ടില്ല, ചെറിയ കുഞ്ഞ് കർമ്മത്തി എന്നിട്ടാ. അപ്പോൾ അതേതായാലും അതുകൊണ്ട് അങ്ങോട്ട് കർമ്മത്തി കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തോരനും ഉണ്ടാക്കണം, കർമ്മത്തിൻ്റെ കറി ഉണ്ടാക്കണം. പിന്നെ ഇതാ ഇന്നലെ നോമ്പിന് ഇത് കറി വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ചിക്കൻ ഉണ്ട്. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ കറി വെക്കാൻ മാത്രം, ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇങ്ങോട്ട് വരട്ടി എടുക്കണം, ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുങ്ങുകയാണ്. ഇനി തേങ്ങ അരച്ചാണ് കറി വെക്കേണ്ടത്. അങ്ങനെ എന്താ ഏകദേശം നമ്മുടെ കറിയുടെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഉറുക്കാപ്പിളിയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ കറി റെഡിയാക്കിയിരിക്കണത്. കണ്ടില്ലേ, ഊർക്കാപ്പിളി കറി വലിയ ഒരു ഊർക്കാപ്പിളി 4 പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുക. പിന്നെ പുളിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതാ നമ്മൾ ഇറച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നല്ലോണം വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകമാണ് ഇപ്പം ഞാൻ ഇറച്ചി വരട്ടാൻ എടുക്കൽ. അതാവുമ്പോൾ നല്ല ടേസ്റ്റുള്ള ചൊയ കിട്ടും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ആട് വരട്ടിയ പോലെ നല്ല ടേസ്റ്റും കിട്ടും. ചെറിയ ജീരകമാകുമ്പോൾ വലിയ ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഉച്ചയ്ക്ക് മാത്രമേ ഇറച്ചി വരട്ടാനുണ്ടാവുള്ളൂ. രാത്രിയൊക്കെ എന്തെങ്കിലും കാടമുട്ടയോ ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കേണ്ടി വരും കേട്ടോ. ഉച്ചക്കും പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും കൂടി വൈകുന്നേരത്തെ തീറ്റയും കൂടി കഴിയേണ്ടതേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ എൻ്റെ അച്ചുട്ടിയും അതുപോലെ തന്നെ പൊന്നൂസും ഇത് ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പെരയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് കുറച്ച് ഊർക്കാപ്പിളി അറുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, അച്ചാറിടാൻ കേട്ടോ. അപ്പോൾ ഓളും അച്ചും പൊന്നും ഓളെ കൂട്ടുകാരത്തി ആദിയൊക്കെ പാടെ നിറയെ ഊർക്കാപ്പിളി അറുത്ത് കൊണ്ടുവന്നിരിക്കണം. ഇനി അതൊക്കെ ഒന്ന് അച്ചാറിടണം. അങ്ങനെ ഇതാ എല്ലാം വാടി തക്കാളിയും എല്ലാം ഇട്ട് കൊടുത്ത് ഞാനിതാ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ കുക്കറാണ്, പിന്നെ വലിയ കുക്കറിൽ ഞാൻ കറി വെച്ചിട്ടോ. പിന്നെ കുക്കർ മാറ്റാനൊന്നും നിന്നിട്ടില്ല. അങ്ങനത്തെ ഏകദേശം നമ്മുടെ കറിക്ക് എല്ലാ മസാലയും ചിക്കന് എല്ലാ മസാലയും ഗരം മസാലയും ചിക്കൻ മസാലയും മല്ലിയും മുളകും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ മക്കളവിടെ ഓരോ കളിയിലാണ്. ചിലവർ TV കാണുന്നുണ്ട്, ചിലവർ ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പോയിക്കണം. ആദ്യകൂട്ടം പിന്നെ സ്കൂൾക്ക് പോയിക്കണുണ്ട്, ചാപ്പനങ്ങാടി സ്കൂൾക്ക് പോയിക്കണം. ഊർക്കാപ്പുളി കൊണ്ട് അച്ചാറിട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ശർക്കര കഷ്ണം കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ പറയേണ്ട, പെട്ടെന്ന് തന്നെ കാലിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ അങ്ങനെ തോരനൊക്കെ ഇവിടെ റെഡി ആക്കണം. ഫോണിൽ ചാർജ് തീർന്നിട്ടാണ്. അപ്പോൾ അതിന് ലൈറ്റൊന്നും ഫോൺ വീഡിയോ ക്ലിയർ ഇല്ലാത്തിട്ടാണ്. അപ്പോൾ ഞാൻ ചെറിയ ജീരകമല്ല, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയും പച്ചമുളകും ഉപ്പും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. വെറൈറ്റി കൂട്ടാനാണ് നമ്മൾ വാഴക്കൂമ്പ് കേട്ടോ. അങ്ങനെ ഇതാ കറി ഇവിടെ റെഡി ആക്കണേ. കറുമത്തിക്കറി കടുകറുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും ഇവിടെ റെഡി ആക്കണിട്ട്. ചിക്കനിൻ്റെ കുറച്ച് വെള്ളം കൂടുതലായിക്കണം. അപ്പോൾ അതങ്ങോട്ട് വറ്റാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് നേരം കൂടി കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, അതൊക്കെ ഒന്ന് അടിച്ചേരി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ നനച്ചുള്ളി പരിപാടിക്ക് ഒരുങ്ങണം. അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പരിപാടികൾ എന്നുള്ളത്.
പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും നനച്ചിൽ പണി കഴിഞ്ഞാൽ അതിൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നനച്ചിൽ പണി എടുത്താലും എടുക്കാഞ്ഞാലും ഒരുപോലെയാണ് നമ്മളെ വീട്ടിലിട്ടാ. അപ്പോൾ ഇതാ മക്കളെ നമ്മളിവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ചോറും നിൽക്കിട്ട് പാടല്ലേ, ഏകദേശം ചോറുന്നലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞ് എൻ്റെ അച്ചും പൊന്നും അത് അച്ചു അച്ചുവിൻ്റെ ഫ്രണ്ട് ഹാദിയ കേട്ടാ. അപ്പോൾ എല്ലാവരും കൂടെ ആദ്യം രാവിലെ തന്നെ അവിടെ വന്നിരിക്കണം അച്ചുവിൻ്റെ കൂടെ കളിക്കാനായിട്ട് കേട്ടാ. പിന്നെ അവള് വലിയ ഫ്രണ്ടാണ്, വലിയ ചങ്കാണ്. ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ആദ്യം ഒന്ന് ഇവിടുന്ന് ചോറൊക്കെ തിന്ന് എല്ലാവരും ചോറൊക്കെ തിന്ന് അപ്പോൾ നമ്മളിന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം കൂടെ വന്നാൽ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ വരാം. ബൈ. താങ്ക് യു.